ഹലോ ഗൈസ്, അപ്പത്തേ ഞങ്ങൾ ഇന്ന് കടുത്തുരുത്തി മുട്ടിയറ വരെ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് എൻ്റെ മൂത്ത ചേച്ചിയെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ മുട്ടിയറ പള്ളിയിൽ പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റമീട്ടമ്മയുടെ ഗാനമേളയായിക്കൊണ്ട് അപ്പോൾ അത് കാണാൻ വാന്നും പറഞ്ഞ് വിളിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ഇളയ നാത്തൂനും ഹസ്ബൻഡും ഒക്കെ ഉണ്ട്. രാമൻ ചേട്ടൻ ദുബായിൽ നിന്ന് അവധിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവരും കൂടെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നിച്ചത് കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുട്ടിയറ പള്ളി കേട്ടോ. അതാ കാണുന്ന തന്നെയാണ് പള്ളി. അപ്പം പള്ളിപ്പെരുന്നാളായതുകൊണ്ട് എല്ലാ സ്ഥലത്തും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ വീടാണ്, അങ്ങോട്ട് കയറി പോകുന്നതാണ് കേട്ടോ. ആ വഴിയിലൂടെ അങ്ങോട്ട് കയറി പോകുന്നതാണ് ചേച്ചിയുടെ വീട്. അപ്പോൾ അവിടെയും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ചേച്ചിക്കൊരു ടൈലറിങ് സെൻ്ററുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേച്ചിയോട്. അത് പിന്നീട് ഒരു അവസരത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പം നടക്കുകയില്ല. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിലോട്ട് അങ്ങ് പോവാം. തിരക്കായതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. കസേര ഇരിക്കുന്നതാണ് കേട്ടോ പ്രീത ചേച്ചിയുടെ ഹസ്ബൻഡ്. എൻ്റെ വീഡിയോയിൽ ഇടയ്ക്കൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചി എന്തൊക്കെയോ അടുക്കളയിൽ ഉണ്ടാക്കുവാണ്. ചപ്പാത്തിയാന്ന് തോന്നുന്നു കേട്ടോ. ചപ്പാത്തിയും പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. മീൻ പൊള്ളിച്ചതാണത്, പൊളിക്കാനായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ കൂടുമ്പോൾ വളരെ സന്തോഷമല്ലേ. അപ്പോഴത്തെ ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ അനിയത്തി. ഹസ്ബൻഡ് രാമചേട്ടനാണ്. ഞാൻ പറയായിരുന്നു ഇതൊക്കെ യൂട്യൂബിലിടും എന്ന്. ഇതെല്ലാം യൂട്യൂബിലിടുവേ. അത് ജ്യൂസാ. ഞങ്ങളുടെ ഫാമിലി. ഞാൻ ഈ ക്യാമറ ആയിട്ട് നടക്കുന്നതാണ് അവൻ പറഞ്ഞു. അവൻ അപ്പോഴേ അറിയായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു. അപ്പോഴേ അറിയാം. ചേട്ടാ പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചോ? പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു. റിമീറ്റോമയുടെ ഗാനമേളയ്ക്ക് പോയി. നല്ല ഗാനമേളയായിരുന്നു. വലിയ കുഴപ്പമില്ല. വലിയ കുഴപ്പമില്ലെന്നാ പറഞ്ഞല്ലേ? അങ്ങനെ പറയരുത്. അടിപൊളി അടിപൊളി അങ്ങനെയാണോ പറയണ്ടേ? അടിപൊളി ഗാനമേളയായിരുന്നു. അതെ അതെ. ഞങ്ങളും ആദ്യമായിട്ടായി മുട്ടിയറയിൽ ഇത്രയും വിപുലമായിട്ടുള്ള ഒരു പെരുന്നാൾ കാണുന്നത് കേട്ടോ. അതെ 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 അതെ. പിന്നെ കിങ്ങിണിയുടെ വക ഒരു ഗ്രേപ്പ് ജ്യൂസൊക്കെ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കൻ കറി, പിന്നെ പെപ്പർ ചിക്കൻ, ഫ്രൈഡ് റൈസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മീൻ പൊള്ളിച്ചത് ഒക്കെ. ആരായിരുന്നു? അതമ്മ മാറ്റം അടിച്ചു കയറ്റും. അപ്പോൾ ചേച്ചിയാണോ ഇങ്ങനെയാണോ മീൻ പൊള്ളിച്ചതെന്ന് എനിക്കറിയാമല്ല. എന്തായാലും അടിപൊളിയായിരുന്നു എന്നാണ് അഭിപ്രായം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ ഡൂടപ്പനോട്, ഞങ്ങളുടെ കുഞ്ഞിക്കൊച്ചാണ് അവന്, അതിനോടൊന്ന് അഭിപ്രായം ചോദിക്കാൻ പോയത് അവൻ്റെ ഡാൻസിനെ കുറിച്ചൊക്കെ. മറ്റന്നാളാണ് ഡാൻസ്. ആനിവേഴ്സറിയാണോ? ആണോ? പിന്നെ എന്നാത്തിനൊക്കെ ഉണ്ട് കൊച്ചു? എന്നാത്തിനൊക്കെ ഉണ്ട്? അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നതിന് എന്നെ ട്രോളാനാണ് കേട്ടോ. വിഷ്ണു വാട്സപ്പ് കോളിൽ വന്നിട്ടുണ്ട്. ഇത് കിങ്ങിണിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. ഷിപ്പിലാണ്, ഷെഫാണ്. അപ്പം നാട്ടിൽ വരുമ്പോൾ നമുക്ക് വിഷ്ണുവിൻ്റെ പാചകവും ഡാൻസൊക്കെ നമുക്ക് ആസ്വദിക്കാം. അടിപൊളി ഡാൻസറാണ്, അടിപൊളി ഷെഫാണ്. മറ്റേ ഇവര് വരത്തില്ലേ, പാസഞ്ചേഴ്സ് വരുമ്പോഴത്തേക്ക് അവർക്ക് സ്കാൻ കൊടുക്ക്. യൂട്യൂബിൽ സ്കാൻ കൊടുത്തിട്ട് സ്കാൻ ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്ന് പറ. അല്ല വിഷ്ണു അതാണ്, വിഷ്ണുവിന്റെ ട്രെൻഡിങ് ആയിട്ടുള്ള ഡാൻസ് നമുക്ക് കിട്ടണം. അന്നേരം ഞാൻ പെട്ടെന്ന് വൈറലാവും. എന്റെ ഒന്ന് വിഷയം നിൽക്കുന്ന ഷഡില്ലാണ്ട് ആ വഴിക്ക് പോലും നടന്നു പോരുന്നത് അമ്മായി. അപ്പൊ ക്യാമറയിൽ ഒപ്പം
നാളെ ഇത് നടക്കുമ്പോ നടക്കണം, ഇങ്ങനെ നടക്കണം. മരിക്കണം, നല്ല ശരിയാണ്. വന്നപ്പോഴത്തേക്ക് ഫുള്ളായി, അയ്യ മുഴുവനായി, ആണല്ലേ. പക്ഷെ ആദ്യമായിട്ടാണ് തോന്നി ഇത്രയും അല്ലേ വലിയൊരു ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയൊരു പ്രോഗ്രാം നടക്കുന്നത്. ഓടുവായിരുന്നു. പാട്ട് പാടിയില്ലത് കേട്ടാ. ചേച്ചിയുടെ വീട്ടിലെ ഇപ്പൊ മുട്ടിയറ പള്ളിയിലെ പെരുന്നാളിന് കൂടാനല്ല ഞങ്ങൾ വന്നത്. അപ്പൊ ചേച്ചിയുടെ വക ഒരു പാട്ടും കൂടെയൊക്കെ ആകാം അല്ലേ? ഏത് പാട്ടാ പാടാൻ പോണത്? ചേട്ടൻ ഇങ്ങോട്ട് നോക്ക്. ചേട്ടന്റെ ഭാര്യ ഒരു പാട്ട് പാടാം. മിണ്ടാതിരിക്കുവാ. ഒരു പാട്ട് നമുക്ക് കേട്ടോ. വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ അത് അവിടെ എന്നാ വെച്ചോളെ ശ്യാമവർണ്ണൻ. വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കതരം നിറയെ യമുനാ നദി. അറിയത്തില്ല, സാരമില്ല. ഇപ്പൊ നമുക്ക് പാവം ചേച്ചി പാടി വിഷമിച്ച് നല്ല തൽക്കാലം വെറുതെ വിട്ടിരിക്കുകയാണ്. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് പാടിപ്പിക്കാം. മിഠായിയോ? പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എല്ലാവരെയും കണ്ടു കഴിയുമ്പോൾ കുറച്ച് വാചാലനാകും കേട്ടോ. പിന്നെ കുറച്ച് തള്ളലും കൂടിയുണ്ട്. എല്ലാം മുഴുവൻ പറയുന്നതൊന്നും ശരിയല്ല, കുറച്ച് നുണയും കൂടിയുണ്ട് പറയുന്നത്. ഈശ്വരാ, ഈ മനുഷ്യന്റെ സംസാരം കേട്ടോ അവരെല്ലാവരും ആസ്വദിച്ചിരിക്കുന്നത് കേട്ടോ. പാറുവാണെങ്കിൽ പതിയാണ് എന്നേലും പറയുന്നത് കേൾക്കാൻ നോക്കിയിരിക്കാം. അതേപടി വിശ്വസിക്കും. ഭയങ്കര ആകാംക്ഷയോടുകൂടി തന്നെ പുള്ളിക്കരുതി ഇങ്ങനെ നോക്കിയിരിക്കും. അത് കാണാനൊരു രസമുണ്ട് കേട്ടോ. അവരെടുത്ത് വെക്കുന്ന കിടക്കും, പുറകോട്ട് കിടക്കുന്നു, വണ്ടി വിട്ടു. പറഞ്ഞ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ ഇളയ നാത്തൂനും രാമചേട്ടനും ഒക്കെ അവർ പോകാൻ ഇറങ്ങി. അവർക്ക് എറണാകുളം വരെ പോകേണ്ടതാണ്. അതുകൊണ്ട് അവർ ഇതേ പോകാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാവരും ഒരു സെൽഫി ഒക്കെ എടുത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്. മീൻ വറുത്ത ആരാ? കൊള്ളാവോ? കൊള്ളാവോ? എങ്ങനെയുണ്ട്? ചേച്ചിയാണോ മീൻ വറുത്തത്? അപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാൻ ഇന്നിപ്പോൾ മീനൊക്കെ ഒന്ന് അറ്റാക്ക് ചെയ്ത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ നെയ്ച്ചോറും ചിക്കനും ഒക്കെ കൂട്ടി ഒന്ന് ഒരു പിടി പിടിച്ചു. സൂപ്പർ എല്ലാം. അതേപോലെ ഒരു വേൽമുരുക പാടിയില്ലേ? പാടിക്കൊണ്ടപ്പം നേരെ കൊണ്ടുവന്ന് അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ സഹോദരങ്ങളും കുട്ടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്യുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷങ്ങളൊന്നും തന്നെയാണ് അല്ലേ. അപ്പം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ പള്ളിയിലോട്ട് പോയി. അറിവിറ്റമ്മയുടെ ഗാനമേളയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പാട്ടായിട്ട് ഇടാൻ പറ്റില്ല, കോപ്പി റൈറ്റിങ്ങിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട്
അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബായ്. ഞാൻ ആദ്യമായിട്ടാണ് റിമി ടോമിയുടെ ഗാനമേള കേൾക്കുന്നത് കേട്ടോ. അപ്പം പുള്ളിക്കാരത്തെ ഒന്ന് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മളത് ഇത്ര ജനമാണെങ്കിൽ നമ്മളൊന്ന് വരാമെന്ന് വിചാരിച്ചത്. എന്തായാലും അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇതൊരു കരളെ ഞാൻ പാടിയിട്ടുണ്ട്, വേറൊരു കരളെ അത് വെച്ച് അങ്ങ് തുടങ്ങിയാലോ എൻ്റെ കരളെ. അപ്പൊ ഒരു സ്നേഹം കൊണ്ട് അയ്യോ റിമി ചേച്ചി പോവല്ലേന്നൊന്ന് പറയും, ഒന്ന് കേൾക്കാൻ ഒരു ആഗ്രഹം. എന്റെ കരളെ ഒന്ന് വിളിക്കാവോ? ഞാൻ ഇവിടെ വിളിച്ചത് എന്റെ കരളെ ഒന്ന് വിളിച്ചേ. ഇവര് വിളിക്കുന്നുണ്ട് ഒരു സ്നേഹമില്ല ഇരിക്കുന്നവർക്ക്. ഇവരെന്തോട് സ്നേഹം, ഒന്ന് വിളിച്ചേ കരളെ എന്ന് വിളിച്ചേ. എന്തായാലും റിമി ടോമിയുടെയും കൗശിക് എന്ന പയ്യനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു പയ്യനുണ്ട്, എനിക്ക് എൻ്റെ പേരറിയില്ല. എന്തായാലും അടിപൊളി ഗാനമേള എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു കേട്ടോ. നല്ല എനർജറ്റിക് ആയിരുന്നു. പാട്ട് ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ പള്ളിക്കകത്ത് കയറി പള്ളിയിലെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അയ്യോ വീട്ടിൽ പോയി